പശ്ചിമ ബംഗാളിൽ ക്രിമിനലുകളും അതോടൊപ്പം തന്നെ കുറ്റകൃത്യം ചെയ്യുന്നവരുടെ ഒരു വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത്. എന്നാൽ മമതാ ബാനർജിയെ തൂത്തെറിഞ്ഞുകൊണ്ട് BJP അവിടെ അധികാരത്തിൽ വന്നതോടെ ക്രിമിനലുകളും അതോടൊപ്പം തന്നെ കുറ്റകൃത്യം ചെയ്യുന്നവരും വലിയ രീതിയിൽ പേടിക്കാൻ തുടങ്ങി. കാരണം ക്രിമിനലുകളോടും കുറ്റകൃത്യം ചെയ്യുന്നവരോടും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് BJP സർക്കാർ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. സുവേന്ദു അധികാരിയുടെ ലക്ഷ്യം പശ്ചിമ ബംഗാളിൽ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം കൊടുക്കുക എന്നതാണ്. തൃണമൂൽ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ സർക്കാരിന്റെ വസ്തുക്കൾ, അതായത് സർക്കാരിന്റെ സ്വത്തുക്കളെല്ലാം ഗുണ്ടകളുടെ കയ്യിലായിരുന്നു. അതായത് സർക്കാരിന്റെ ഭൂമികളൊക്കെ ഗുണ്ടകളുടെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അതിൽ അനധികൃതമായി കെട്ടിടങ്ങളൊക്കെ കെട്ടിപ്പൊക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഇന്ന് അതിനെല്ലാം പൊളിക്കാനുള്ള ഒരു ഉത്തരവിട്ടിരിക്കുകയാണ് BJP സർക്കാർ. നിലവിൽ പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അതിവേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷങ്ങൾ അവർക്ക് കാര്യമായ ഒരു തലവേദന ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ CPI സർക്കാരിനെ ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് CPIയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതായത് സുവേന്ദു സർക്കാരിന്റെ ഈ ബുൾഡോസർ നടപടി നിർത്തണമെന്നാണ് പാർട്ടി സെക്രട്ടറി D. രാജ ഇപ്പോൾ പറയുന്നത്. ബംഗാളിൽ BJP സർക്കാർ ചെയ്യുന്നതെന്തും ഭരണഘടനാപരമായും ഭരണഘടന ധാർമ്മികത പാലിക്കുന്നതായിരിക്കണമെന്നാണ് രാജയുടെ പ്രസ്താവന. എന്നാൽ ഇതുവരെ ഭരണത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റ് തൃണമൂൽ അതിക്രമങ്ങൾക്ക് നേരെ രാജ കണ്ണടച്ചത് വലിയ പരിഹാസത്തിന് കാരണമായി. എന്തുകൊണ്ട് ഈ സമയത്ത് ഇത്രയും കാലം 15 വർഷം മമത ഭരിച്ചിരുന്ന സമയത്ത് അതിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ട് രാജ പ്രതികരിച്ചില്ല എന്ന് ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇവിടെ പുതിയ BJP സർക്കാർ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമ ബംഗാളിലെ അധികാരമാറ്റത്തെ തുടർന്ന് കൊൽക്കത്ത ഉൾപ്പെടെ നിരവധി നഗരങ്ങളിൽ ബുൾഡോസറുകൾ ഉപയോഗിച്ച് അനധികൃത നിർമ്മാണങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. കനത്ത പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഹൗറ സ്റ്റേഷന് പുറത്തുള്ള ഗംഗാഘട്ടിനും ബസ് സ്റ്റാൻഡിനും ചുറ്റുമുള്ള അനധികൃതമായി നിർമ്മിച്ച കടകൾക്കും നടപ്പാതകൾക്കുമെതിരെ നടപടി തുടരുന്നത്. സ്വമേധയാ പൊളിച്ചു നീക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിനൊന്നും തന്നെ ഈ തൃണമൂൽ കോൺഗ്രസിലെ ഗുണ്ടകളോ അതോടൊപ്പം തന്നെ സർക്കാരിന്റെ സ്വത്തുക്കളൊക്കെ കൈയടക്കി വെച്ചിരുന്ന ഈ രാജ്യദ്രോഹികളൊന്നും തന്നെ ചെവി കൊണ്ടില്ല. അപ്പോഴാണ് സർക്കാർ നിയമപരമായി തന്നെ നടപടി തുടങ്ങിയത്. സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം ഒരു തരത്തിലും അനുവദിക്കില്ല എന്നും അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നിടത്തെല്ലാം ബുൾഡോസറുകൾ ഉപയോഗിക്കുമെന്ന് സർക്കാർ തുറന്നു പറയുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമ ബംഗാളിലെ പുതിയ BJP സർക്കാർ ആദ്യ ദിവസം മുതൽ കയ്യേറ്റത്തിനെതിരെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. അതിനാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നിയമപരമായി അവരുടെ ബിസിനസ് നടത്തണമെന്നാണ് സർക്കാർ അഭ്യർത്ഥിക്കുന്നത്. കൂടാതെ സർക്കാർ അവരെ പൂർണ്ണമായി പിന്തുണയ്ക്കും. സർക്കാരിന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരാതിരിക്കാൻ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ പിന്മാറണമെന്ന് കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ മന്ത്രി ദിലീപ് ഘോഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം തന്നെ പശ്ചിമ ബംഗാളിലെ പുതിയ BJP സർക്കാരിലെ ന്യൂനപക്ഷകാര്യ അതോടൊപ്പം തന്നെ മദ്രസ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബുദ്ധിറാം ടുട്ടു സംസ്ഥാനത്ത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മദ്രസകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അതായത് അനധികൃതമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ മുന്നറിയിപ്പെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മദ്രസകളെല്ലാം തന്നെ ഉടൻ അടച്ചുപൂട്ടുമെന്ന ഒരു നിർണായകമായ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ BJP സർക്കാർ എത്തി നിൽക്കുന്നത്.